ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളന വേദിയിലേക്ക് കയറുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ നമുക്ക് ബൃന്ദ കാരാട്ടിനെ കൂടെ കാണാൻ സാധിക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ സമ്മേളന വേദിയിലേക്ക് കയറുകയാണ്. ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. CPIMന്റെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. പ്രകാശ് കാരാട്ട്, ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. CPIMന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുക പ്രകാശ് കാരാട്ടാണ്. മുതിർന്ന നേതാവ് ഭീം ബസു പതാക ഉയർത്തിയതോടുകൂടിയാണ് ഈ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. പ്രകാശ് കാരാട്ടിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനോടകം തന്നെ സമ്മേളനം ആരംഭിക്കും. CPIയുടെ ജനറൽ സെക്രട്ടറി, ദേശീയ സെക്രട്ടറി A. രാജയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോളിറ്റ് ബ്യൂറോ അംഗം ഭാഷ്ണി അലി, A. വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ദൃശ്യങ്ങളിലുണ്ട്. ാമത് CPIM പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമായിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ സമ്മേളന വേദിയിലേക്ക് കടന്നിരിക്കുന്നു. അന്തരിച്ച CPIMന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള നാമത്തിലുള്ള സ്മരണാർത്ഥമുള്ള സെമിനാർ ഹാളിൽ വെച്ചാണ് ഇപ്പോൾ യോഗ നടപടികളെല്ലാം തന്നെ നടക്കുന്നത്. മധുരയുടെ ഹൃദയഭാഗത്തുള്ള തമുക്കം മൈതാനിയിലാണ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിന് മുതിർന്ന നേതാവ് ബിമൻ ബസുവാണ് പതാക ഉയർത്തിയത്. ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. മണിക് സർക്കാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, പോളിറ്റ് ബ്യൂറോയുടെ ആകെയുള്ള അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഫോർവേഡ് ബ്ലോക്കിന്റെ ജനറൽ സെക്രട്ടറി G. ദേവരാജൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സുഭാഷിണി അലി എന്നിവരുൾപ്പെടെയുള്ള ദൃശ്യങ്ങളിൽ കാണാം. സ്വാഗതഗാനമാണ് ഇപ്പോൾ ആലപിക്കുന്നത്. അതൊരു പുതുതലമുറ ഗാനമായി തന്നെയാണ് ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. യുവാക്കളെ ആകർഷിക്കാൻ നിലവിൽ സംഘടനയ്ക്ക് സാധിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ, സംഘടനാ റിപ്പോർട്ടിൻ്റെ വിമർശനങ്ങൾ അത് പുറത്തു വന്നിരുന്നു. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പേ അത് പുറത്തു വരികയും ചെയ്തിരുന്നു. നമുക്കൊപ്പം അർജുനുണ്ട് മധുരയിൽ നിന്ന്.
അർജുൻ, നേതാക്കളെല്ലാം തന്നെ ഡായസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? തീർച്ചയായും നേതാക്കളൊക്കെ എത്തി അല്പസമയത്തിനകം തന്നെ ഈ സമ്മേളന നടപടികൾ ആരംഭിക്കും. പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതിനുശേഷം ഈ റിപ്പോർട്ട് അവതരണം ഉണ്ടാകും. പ്രകാശ് കാരാട്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രമേയവും സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. BV രാഘവലുവാണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. പ്രകാശ് കാരാട്ട് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിക്കും. വലിയ ആവേശത്തോടു കൂടിയാണ് പാർട്ടി കോൺഗ്രസിനെ മധുരയിലെ പാർട്ടി പ്രവർത്തകർ ഏറ്റെടുത്തതെന്ന് പറയേണ്ടി വരും. പാർട്ടിക്ക് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള ഇടങ്ങളിൽ ഒന്നാണ്, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് മധുര. അത്തരം ആവേശത്തോടു കൂടിയാണ് മധുരയിലെ പാർട്ടി പ്രവർത്തകർ ഈ സമ്മേളനത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ സമ്മേളന നടപടികൾ ആരംഭിക്കാൻ പോകുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ അർജുൻ, അതിൽ വളരെ രസകരമായ ഒരു കാഴ്ച നമുക്ക് കാണാനാകുന്നത്, സന്തോഷകരമായ ഒരു കാഴ്ച, ഒരു പുതുതലമുറ ഗാനമാണ്, സ്വാഗത ഗാനമാണെന്ന് ഞാൻ കരുതുന്നു, തെറ്റാണെങ്കിൽ തിരുത്തുക. അത് വളരെ സന്തോഷത്തോടെ ആസ്വദിക്കുന്ന ബൃന്ദ കാരാട്ടിന് ഉൾപ്പെടെയുള്ള നേതാക്കളെ നമുക്ക് കാണാനാകുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനാ റിപ്പോർട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നല്ലോ. യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആത്മവിമർശനം. അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്വാഗതഗാനമായി നമുക്കിതിനെ കാണാമോ? ബിനിലെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മധുര എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഇടമാണ്. ഇവിടെ കണ്ടൊരു പ്രത്യേകത, ഇന്നലെ ഈ ദീപശിഖ വന്ന സമയത്തും വലിയ രീതിയിൽ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യമുണ്ട്. അവർ വലിയ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ തരത്തിലൊരു ആവേശത്തോടെ ഇവിടുത്തെ പാർട്ടിയുടെ യുവാക്കൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഇന്നലെ കേട്ടിരുന്നു. അത് ഇന്നും തുടരുകയാണ്. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ വലിയ ആവേശത്തോടു കൂടി സമ്മേളന നഗരിയിലുണ്ട്. മധുര കുറേ രക്തസാക്ഷികളുടെയൊക്കെ ഇടമാണ്. അങ്ങനെയുള്ള ഓർമ്മകൾ ഉള്ള സ്ഥലത്താണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ വരും തലമുറ, അതായത് ഇപ്പോഴത്തെ യുവ തലമുറകൾക്കൊക്കെ അതിൻ്റെ ഒരു ആവേശം ഉണ്ട്. അതാണ് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമ്മേളന നഗരിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അവരാണ് കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രയത്നം ഇതിന് പിന്നിൽ ഉണ്ട്. ഈ തമിഴ്നാട്ടിലെ SFI DYFI പ്രവർത്തകരൊക്കെയാണ് ഇവിടുത്തെ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഈ ചുക്കാൻ പിടിച്ചത്. അതിന് നേതൃത്വം വഹിച്ചതൊക്കെ ഈ യുവാക്കളായിരുന്നു. സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്, ഈ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ യുവാക്കൾക്കിടയിലേക്ക് കുറെ കൂടി സ്വാധീനം ചെലുത്താൻ കഴിയണം. അത് ഇപ്പോൾ കുറവാണ് എന്നൊരു സ്വയം വിമർശനം ഈ പാർട്ടിക്കകത്ത് ഉണ്ട്. അത് യാഥാർത്ഥ്യവുമാണ്. കാരണം കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. CPM സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെ പോകുന്ന ഒരു സമയമെന്ന് ഈ സമയത്തെ പറയാനും കഴിയും. കാരണം തെരഞ്ഞെടുപ്പുകളിലടക്കം പാർട്ടിയുടെ ജനസ്വാധീനം കുറഞ്ഞ സാഹചര്യമാണ്. 4 MP-മാർ മാത്രമുള്ള സമയം, ഒരു സംസ്ഥാനത്ത് മാത്രം ഭരണത്തിലുള്ള ഇടമാണ്. മറ്റിടങ്ങളിലൊക്കെ പാർട്ടിയുടെ സ്വാധീനം കുറയുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ മാറ്റാം, എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്താം എന്നുള്ളത് തന്നെയാണ് പാർട്ടി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. BJP-യെ നേരിടുക എന്നതിനൊപ്പം തന്നെ പാർട്ടിയെ വളർത്തുക എന്നുള്ളത്, പാർട്ടി സ്വതന്ത്രമായി മുന്നേറണം. അർജുൻ, ഇപ്പോൾ മണിക് സർക്കാർ സംസാരിക്കുന്നുണ്ട് സമ്മേളന വേദിയിൽ. അതെന്താണ് എന്ന് നമുക്ക് കേൾക്കാം. സമ്മേളനം ആരംഭിക്കുകയാണ്. ബൃന്ദ കാരാട്ട് സംസാരിക്കാനായി എത്തുന്നു. President of this inaugural session, Comrade Manik Sarkar, distinguished guests, leaders of the CPIM and the left parties on the stage, dear delegate comrades and guests, it is with a sense of our collective deep loss that I am pleased before you our tribute to Comrade Sitaram Yechuri, our General Secretary. The 24th Congress of the Communist Party of India Marxist pays respectful homage to the memory of Sitaram Yechuri, General Secretary of the Communist Party of India Marxist, who was an outstanding leader of the communist movement. He died on September 12, 2024, at the age of 72. In his 5 decades of political life, he made his mark, first as a leader
of the student movement. As president of the Jawaharlal Nehru University Students' Union and later the Students' Federation of India, he made a big cause of the student movement. Sitaram Yechuri joined the party in 1975 and he was elected to the Central Committee in 1985, to the Central Secretariat in 1989 and to the Politburo in 1992. He was elected as the General Secretary of the party at the 21st Congress in 2015. As part of the leadership of the party centre for over 30 years, Sitaram, with his deep grasp of Marxism, ഇപ്പോൾ അന്തരിച്ച പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയെ അനുസ്മരിക്കുകയാണ്. സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകളെ അനുസ്മരിക്കുകയാണ് വൃന്ദ കാരാട്ട്.